കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചല്ലോ. അപ്പോൾ ജെയ്ഫീസ് കിച്ചണിന്റെ വക എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫ്രൂട്ട് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫ്രൂട്ട് സോക്കിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ട് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഇല്ലയെന്ന് പലരും ചോദിച്ചിരുന്നു. ഓൾറെഡി ഞാൻ എടുത്തു വെച്ചതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കൈയൊക്കെ പൊള്ളി, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഡിലേ ആയതിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഇടുകയാണ്, എല്ലാവരും തന്നെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പെർഫെക്റ്റ് കേക്കാണ്. കാരമൽ ചെയ്തപ്പം ഇതിൽ 1 കപ്പ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാരണം ഞാൻ 3 കിലോൻ്റെ കേക്ക് ഇടാനായിട്ട് ആദ്യം പ്ലാൻ ഇല്ലായിരുന്നു, പിന്നെയാണ് പ്ലാൻ മാറ്റിയത്. അതുകൊണ്ട് 1 കപ്പല്ല 2 കപ്പാണ്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റാണ്, 2 കപ്പും 1.5 ലിറ്റർ വെള്ളം എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നതിൻ്റെ അളവ് അവരവരുടെ ഇഷ്ടത്തിന് ഇടുക. ഞാനിവിടെ കൂടുതലായിട്ടാണ് ഇട്ടിരിക്കുന്നത്, കാരണം നല്ല റിച്ച് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് ഇടാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഷുഗർ കാരമൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്, കരിച്ചെടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഷുഗറിന് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കുക. ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെള്ളം എക്സ്ട്രാ ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ മെൽറ്റായി തുടങ്ങുമ്പോൾ തിളപ്പിക്കാൻ വെച്ചാൽ മതി. ഓക്കെ, ഈ സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം നല്ല കളറായിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു കളറിലെടുക്കുക. കാരമലിൻ്റെ കളർ അനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറ്. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റ് ഒരു കളറായിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയൊരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബാറ്റർ ലൂസായി പോവും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം ഏകദേശം പകുതിയായിട്ടുണ്ട്, നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതിയായിട്ടുണ്ട്, കണ്ടോ? അപ്പം ഇത് ആറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. ഈ കൺസിസ്റ്റൻസിയിൽ വെച്ച് നമുക്ക് നിർത്താം. ഇതിന് നന്നായിട്ട് ആറണം, ചൂടാറാൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സാണിത്. ഇതിപ്പം ഏകദേശം 22ാമത്തെ ദിവസമാണ്. അപ്പോൾ അത്രയും ദിവസമാണ് ഇത് ഞാൻ വെച്ചിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനി ഡ്രൈ ആവുന്നവരെ അനക്കാതെ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഞാനിവിടെ 8 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ 8 മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് ബീറ്റർ വെച്ചൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു പത പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നിർത്താം. നമുക്ക് ഇതിഞ്ഞ് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ലാസ്റ്റ് ചേർക്കാം. കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ജാതിക്ക ഒരു 1.5 ജാതിക്ക എടുത്തിട്ടുണ്ട്, 30 ഗ്രാമ്പു, അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, 8 ഏലക്ക. അപ്പം ഇത്രയും 1 ടേബിൾ സ്പൂണ് ഷുഗർ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 4.5 കപ്പ് മൈദ, ഗ്രാമിലാണെങ്കിൽ 550 ഗ്രാം ഉണ്ട്. 4.5 കപ്പ് മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇത് നമ്മൾ സ്പൈസസ് എല്ലാം കൂടി അടിച്ചെടുത്തതാണ്. അതും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത്
റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം ബട്ടറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിൽ ഉപയോഗിക്കാം. 1.5 കപ്പ് ഓയിൽ. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പൗഡർഡ് ഷുഗർ ആണ്. ഇത് 400 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം കപ്പളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2.25 കപ്പ് ഷുഗർ ആദ്യം എടുത്തിട്ട് അളന്നതല്ല, പൗഡർ ആക്കിയ ശേഷം അളന്നതാണ്. അപ്പം ഇത് വടിച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ഞാൻ കപ്പളവിൽ പറഞ്ഞേക്കുന്ന എല്ലാം വടിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടമഞ്ഞ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ഈ ട്രേയിലിരിക്കുന്നതൊക്കെ. അതായത് ഓറഞ്ച് സെസ്റ്റ്, ഇത് ഞാൻ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വാനില എസൻസ്, അത് 5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജാമാണ്, ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. ഇത് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ജ്യൂസ്, ഇതിലേക്ക് 1/2 കപ്പാണ് ചേർക്കേണ്ടത്. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1/4 കപ്പാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 1/4 കപ്പ് ജ്യൂസിൽ ഒരു മണിക്കൂറത്തേക്ക് കുറച്ച് ഡേറ്റ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ആ ബ്ലാക്ക് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പം 1/2 കപ്പിൽ 1/4 കപ്പ് എടുത്ത് ഡേറ്റ്സും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള 1/4 കപ്പാണ് ആയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിൽട്ടർ ചെയ്തല്ലോ, അപ്പം കിട്ടിയ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിൻ്റെ ജ്യൂസ് ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു ബോട്ടിലാണ് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചത്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു വൈനിൽ സോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ. അപ്പം ഞാൻ ഇത് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം സെയിം തന്നെ നമ്മൾ റമ്മിൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ വൈൻ എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചത്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വൈനാണ്. ഇത് ഞാൻ വെച്ചത് 15 ദിവസത്തേക്കാണ്. അപ്പം തന്നെ നല്ലപോലെ ഫ്രൂട്ട്സ് എല്ലാം അലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈനിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 2 ഫ്രൂട്ട്സും കൂടെ അരിച്ചെടുത്ത ശേഷമാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 2 എണ്ണത്തിലും ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇത് കാരമലാണ്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇടേണ്ടത് ഫ്രൂട്ട്സും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്നിടവിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ഇടുമ്പോഴത്തേനും കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് നമ്മുടെ മൈദയിൽ നിന്നും അല്പം എടുത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് പെട്ടെന്ന് അങ്ങ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് ഇടുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും ആദ്യം മൈദ ഇടുക. വീണ്ടും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇടുക. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചെറിയ അളവിൽ ചെയ്യുന്നവർ ഒറ്റ മിക്സിങ് മതിയായിരിക്കും. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇടുകയാണ്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഫ്രൂട്ട്സ് ഇട്ട് തുടങ്ങി നമുക്ക് ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഞാനിപ്പം മിക്സർ
യൂസ് ചെയ്തത് ഏറ്റവും മിനിമത്തിലാണ്, കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ അത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മുട്ടയുടെ വെള്ളയാണ്. അപ്പം ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മുട്ടയുടെ വെള്ള ഒത്തിരി പത കളയാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനെടുത്തത് 45 മിനിറ്റ്സ് ആണ്. അപ്പം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈർക്കിൽ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. അപ്പം അത് ക്ലീൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകമായി. അത് മാത്രമല്ല ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുവരും.